രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ മനോഹരമായൊരു ചെടിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. നമുക്ക് ഇവ 2 കളറിലുള്ളതാണ് കേട്ടോ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് വെള്ളയും ഈ കാണുന്ന ചുമപ്പും. ഈ 2 ചെടികളും ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ 2 വെറൈറ്റിയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചെടിയിൽ വെള്ളപ്പൂക്കൾ രക്തം കിനിഞ്ഞു വരുന്ന ഹൃദയത്തെ ഓർമ്മിപ്പിക്കുന്നു. വെളുത്ത കളറിലുള്ള ഹൃദയം, രക്തത്തിൻ്റെ കളറിൽ ഒരു ചെറിയ പൂക്കൾ കണ്ടില്ലേ. ഇതുകൊണ്ടായിരിക്കും ഇതിന് ബ്ലീഡിംഗ് ഹേർട്ട് എന്ന് പേര് വരാൻ കാരണം. ആകൃതിയിൽ ഇതുപോലെ തന്നെയാണ് റെഡ് പൂക്കളും. ഇവയുടെ ജന്മദേശം വിദേശം തന്നെയാണ്. ജപ്പാൻ, സൈബീരിയ, ചൈനയുടെ വടക്ക് ഭാഗം എന്നിവിടങ്ങളിലാണ് ഇവ സമൃദ്ധമായിട്ട് വളരുന്നത്. എന്നാൽ ഇവ നമ്മുടെ നാട്ടിലും നന്നായിട്ട് വളരും. കമാനങ്ങളിൽ വളർത്താവുന്ന ഇവ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുറച്ച് തകരാറാണ്, ഞാൻ പറഞ്ഞുതരാം. ലാംബ്രോകാപ്നോസ് സ്പെക്ട്രാബിലിസ് എന്നാണ് ഇതിൻ്റെ പേര്. പല നാടുകളിലും ഇവ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത്. ഏകദേശം 20 തരം ചെടികളുണ്ട്. ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ 20 വെറൈറ്റികളുണ്ട് ലോകത്തെമ്പാടും. പക്ഷേ നമുക്ക് 2 എണ്ണേ ഉള്ളൂ. ഇതിൽ ചിലതിൻ്റെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഗോൾഡ് ഹാർട്ട്, ആൽബ, വാലൻറ്റൈൻ, റൂബി ഗോൾഡ്, ലക്ഷറിയൻ്റ് എന്നിങ്ങനെ പല വെറൈറ്റികളാട്ടോ ഇതിനുള്ളത്. നമ്മുടെ നാട്ടിൽ 2 തരമാണ് ഉണ്ടാവുക. ചുവപ്പ് നിറത്തിലുള്ള വാലൻറ്റൈൻ ആണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടി. ഈ ബ്ലീഡിംഗ് ഹാർട്ട് ചെടികൾ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിന് ഒരു റൊമാൻറ്റിക് ലുക്ക് നൽകുന്നു. മഴക്കാലം മാറുന്നതോടെ പൂക്കാൻ തുടങ്ങുന്ന ചെടികൾ മഴക്കാല ആരംഭം വരെ പൂക്കളുണ്ടാവും. ചെറിയ തണലും നല്ല നീർവാർച്ചയുള്ള മണ്ണുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളം കെട്ടി നിന്നാൽ ചെടികൾ ചീഞ്ഞു പോകും. വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് വളം കൊടുക്കാം. വളമായിട്ട് നമുക്ക് കമ്പോസ്റ്റ്, നേരിയ രീതിയിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ കൊടുത്താൽ മതി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോട്ടിൽ തന്നെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചെടികൾ ചീഞ്ഞു പോകും. നമുക്ക് ഈ ചെടികളെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്ര കഥകളുണ്ട്. പല നാടുകളുടെയും നാടോടി കഥകളിൽ ഈ ചെടി, ഈ പൂക്കളെ പറ്റി ഒരുപാട് പറയുന്നതായിട്ട് നമുക്ക് പുരാണങ്ങളിലൊക്കെ ആയിട്ട് കേൾക്കാം. അതെന്തെങ്കിലും ആവട്ടെ, ഈ പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകളുള്ള ഈ ചെടികളുടെ ഈ 2 വെറൈറ്റി ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട്. ഒരു ചെടിക്ക് 70 രൂപയാണ് കേട്ടോ. ഈ 2 കളറും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചെടികളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. ഒരുപാട് കാര്യങ്ങളിലൊന്നും ജ്ഞാനമില്ലെങ്കിലും അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇവ വളർത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിൻ്റെ 2 ചെടികളുണ്ടെങ്കിൽ ഒരു പൂന്തോട്ടത്തിലേക്ക് മതി കേട്ടോ. ഇത്രയും മനോഹരമായ പൂക്കളാണ്. ഈ ചെടികളെ കുറ്റിച്ചെടിയായിട്ടും വള്ളികളായിട്ടും വളർത്താൻ പറ്റും കേട്ടോ. ചട്ടിയിൽ നട്ട് നന്നായി പ്രൂൺ ചെയ്ത് കൊടുത്ത് വള്ളികളാക്കി നിർത്താം. അതുപോലെ തന്നെ ഈ ചെടീൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായി വെട്ടിക്കൊടുക്കണം. നല്ലപോലെ വെട്ടിയാൽ നല്ലപോലെ പിന്നെയും പൂക്കളുണ്ടാവും. ഈ 2 കളർ ചെടികൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം തെറ്റായിട്ട്, അതായത് വേനൽ ആരംഭത്തോടു കൂടി പൂക്കാൻ തുടങ്ങുന്ന ചെടികൾ മഴ തുടങ്ങുന്നതോടുകൂടി അത്രയും കാലം മഴ തുടങ്ങുന്നത് വരെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. പറയാൻ വന്നത് തെറ്റിപ്പോയായിരുന്നേ.